നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഐ ആം ഓഫ് തെറിവാക്കാണ് ചേർത്തിരിക്കുന്നത്. നിരാശനായിട്ട് പറയുകയാണ്. തെറി എന്ന് പറയുമ്പോൾ അത് സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിരാശ പ്രകടിപ്പിച്ചു പറഞ്ഞതാണ് എർലിംഗ് ഹാലൻഡ്. 2 ഗോൾ അടിച്ചു അദ്ദേഹം, എന്നിട്ടും ടീം ജയിച്ചില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മൊണാക്കോയോട് 2-2 സമനിലയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി പിരിഞ്ഞത്. അവസാന ഘട്ടത്തിൽ എറിക് ഡയർ പെനാൽറ്റിയിലൂടെയാണ് ഗോൾ കണ്ടെത്തിയത്. എറിക് ഡയർ അഭിനയത്തിന് പേര് കേട്ടവനാണ്, ഡെയ്വിന് മിടുക്കനാണ് എന്നൊക്കെ കളിക്ക് ശേഷം ബെർണാഡോ സിൽവ ആരോപിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല, ഒന്ന് നോക്കിയാൽ മതി എന്താണ് സംഭവിച്ചതെന്ന്. അത് കാണാതെ പറയുന്നതാണ് ബെർണാഡോ എന്ന് ഇപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു എറിക് ഡയർ. സംഗതി എന്തായാലും 2-2 സമനിലയിൽ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. സിറ്റിക്ക് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് BBC-യോട് എർലിംഗ് ഹാലൻഡ് ഇങ്ങനെ പ്രതികരിച്ചത്. ഐ ആം പിന്നെ ഓഫ്. അതിനിടയിൽ കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. നമുക്കത് പറയാൻ പ്രശ്നമുണ്ടായിട്ടില്ല. യൂട്യൂബ് ചിലപ്പോൾ പണി തന്നേക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വെച്ചിട്ട്. എന്തായാലും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ആ തെറി സ്വയം നിരാശരായിരിക്കുമെന്നാണ് ഹാലൻഡ് പറയുന്നത്. ഇതുപോരാ, ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. റൈറ്റ് നൗ ഞാൻ പേഴ്സണൽ റെക്കോർഡ്സിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അതിലൊരു കാര്യവുമില്ല. 2 ഗോൾ അടിച്ചു, 50 ഗോൾ അടിച്ചു, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഐ ആം ഓഫ്. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ടീം നന്നായി കളിച്ചേ പറ്റൂ, റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ എന്നാണിപ്പോൾ എർലിംഗ് ഹാലൻഡ് പറഞ്ഞത്. അതേസമയം പെപ്പ് ഗാർഡിയോള പറഞ്ഞത് അങ്ങനെയല്ല, ഓക്കെ ആണെന്നാണ് പെപ്പ് പറയുന്നത്. പെപ്പ് പറയുന്നു നല്ലൊരു മത്സരമായിരുന്നു, ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു, ഒരുപാട് ചാൻസുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഒരു അൺഫെയർ ആയിട്ടുള്ള ഫ്രീ കിക്ക് ഞങ്ങൾക്ക് അത്ര പെർഫെക്റ്റ്ലി ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു പെനാൽറ്റി ഞങ്ങൾ കൺസീഡ് ചെയ്തു. അതിൽ നിക്കോയാണ് ബോൾ ആദ്യം ടച്ച് ചെയ്യുന്നത്. അതിലൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്തായാലും സ്പാനിഷ് റഫറിമാരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നുകൂടി ഇപ്പോൾ പെപ്പ് ഗാർഡിയോള പറയുന്നുണ്ട്. ഏതായാലും എർലിംഗ് ഹാലൻഡ് മികച്ച പ്രകടനം നടത്തുന്നു, അദ്ദേഹം ഗോൾ അടിക്കുന്നത് തുടരുന്നു. എന്നിട്ടും പക്ഷേ സിറ്റിക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൽ കനത്ത നിരാശയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.